വാഴ കുലയ്ക്കുന്നതിൻ്റെ മുമ്പായിട്ട് വരുന്ന വാഴക്കന്നുകൾ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ. ആ വീഡിയോയിൽ പറഞ്ഞു ആ ഉപകരണം കുത്തിയെടുക്കുന്ന ആ ഉപകരണം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന്. ആ വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ ഇത് 1 ഇഞ്ച് സ്ക്വയർ പൈപ്പിൻ്റെ പീസ്, ഒരു 12 ഇഞ്ച് നീളത്തിൽ ഒരു പീസ്, അതുപോലെ തന്നെ 3/4 ഇഞ്ച് സ്ക്വയറിൻ്റെ പൈപ്പിൻ്റെ ഒരു പീസ് 8 ഇഞ്ച് നീളത്തിൽ, പിന്നെ 3/4 ഇഞ്ചിൻ്റെ തന്നെ സ്ക്വയർ പൈപ്പിൻ്റെ പീസ് ഒരു 24 ഇഞ്ച് നീളത്തിൽ ഒരു പീസ്, പിന്നെ ഈ 1.5 ഇഞ്ച് സ്ക്വയർ പൈപ്പിൻ്റെ പീസ് ഒരു 1/2 ഇഞ്ച് നീളത്തിൽ ഒരു പീസും. ഈ 4 പീസുകളാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. അത്യാവശ്യമായ സാധനങ്ങളാണ് ഇതൊക്കെ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഉപകരണം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ സാധനത്തിൻ്റെ സെൻറ്റർ മുതൽ നടു മുതൽ ഇതിൻ്റെ നടുവിൽ കൂടി ഇങ്ങനെ ഒരു വിടവ് ഉണ്ടാക്കണം. അത് കട്ടറിൽ കട്ട് ചെയ്ത ഈ ഇതുവരെ എല്ലാ ഭാഗവും അതുപോലെ നടുഭാഗം കട്ട് ചെയ്തെടുക്കണം. വയസ്സിൽ കുടുക്കിയിട്ട് നമുക്ക് കട്ടർ കൊണ്ട് അങ്ങനെ 4 ഭാഗവും നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് ഒരു വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അത് ശരിക്കും നമ്മൾ ഇത് വികസിപ്പിച്ചെടുക്കുന്നത് ഈ ഒരു വാഴക്കന്ന് ഇതിലാണ്. വാഴക്കന്നിൻ്റെ കൂമ്പ് ഇതിൽ കൂടിയാണ് കുത്തി ഇതിലേക്ക് കയറി വരിക. കയറി വന്നതിന് ശേഷം ഇവിടെ ഒന്ന് വികസിപ്പിക്കുന്നത് ഇതിൽ കൂടെ കയറി വരുന്ന വാഴേൻ്റെ കൂമ്പ് സുഗമമായിട്ട് പുറത്ത് പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വികസനം വരുത്തുന്നത് ഇവിടെ. അതിനുശേഷം കൂടുതൽ അകന്നു പോകാതിരിക്കാൻ ഇത് കൂടുതൽ അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 1.5 ഇഞ്ചിൻ്റെ സ്ക്വയർ 1/2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കൂടെ ഈ റിങ് ഇതിൻ്റെ മുകളിലാക്കി ഇടുക. അതിനുശേഷം ഈ ഭാഗത്തൂടെ ബെൽഡ് ചെയ്യണം. അതായത് ഇതാണ് മൂർച്ചയാക്കിയ ഭാഗം. ഈ വാഴക്കന്നിലേക്ക് കയറുക. വാഴക്കന്നിൽ കയറി കഴിഞ്ഞാൽ കൂമ്പ് ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് സുഗമമായിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇതിനെ വികസിപ്പിച്ചെടുത്തത്. ഇത് 1.5 ഇഞ്ചിൻ്റെ ആ സ്ക്വയർ നമ്മൾ റിങ് ആയിട്ടിട്ട് അതിനെ ഒന്ന് ഇവിടെ ബെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് മൂർച്ചയാക്കി എടുക്കുക. അതായത് വാഴക്കന്നിൻ്റെ ഈ കൂമ്പിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണിത്. ഇറങ്ങുന്ന ഭാഗം നമുക്കൊന്ന് ഇവിടെ ഒന്ന് ശരിക്കും ഒരു ഇതാക്കിയിട്ട് മൂർച്ചയാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഇതിൽ തന്നെയാണ് നമ്മൾ മൂർച്ചയാക്കി എടുക്കുന്നത്. അങ്ങനെ 4 ഭാഗവും മൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ 24 ഇഞ്ചിൽ കട്ട് ചെയ്ത 3/4 ഇഞ്ചിൻ്റെ ആ പീസ് നമുക്ക് ഇവിടെ വെച്ച് ബെൽഡ് ചെയ്യണം. അതായത് ഒരു 3 ഇഞ്ച് ഇതുമേലേക്ക് കയറ്റി വെച്ചിട്ട് ബെൽഡ് ചെയ്തിട്ട് ഇനി മുകളിൽ പിടിക്കാനുള്ള ഹാൻഡിലൂടെയും ഇത് ബെൽഡ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുക. അപ്പോൾ
ഒരു 3 ഇഞ്ചോളം ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ഇത് 3 ഇഞ്ചും കൊണ്ട് കയറ്റി വെച്ചതിന് ശേഷം ഇതിനെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക. ഈ 24 ഇഞ്ചിൻ്റെ 3/4 ഇഞ്ച് സ്ക്വയറാണ് നമ്മൾ ഇതുമേൽ വെച്ച് പിടിപ്പിക്കുന്നത്. അങ്ങനെ ഇത് വെൽഡ് ചെയ്താൽ ശരിക്കും ഇതാ ഇങ്ങനെ ഉണ്ടാവും. അതായത് മുകളിലോട്ട് കുറച്ച് ഇതായിട്ടും അങ്ങനെ താഴെ മൂർച്ചയാക്കിയ ഭാഗം ഇതാ കാണാൻ അങ്ങനെ ശരിക്കും ഇതിൽ. ഇനിയിപ്പം മുകളിൽ നമുക്കൊരു ഹാൻഡിലും കൂടി സെറ്റ് ചെയ്താൽ ഇതിൻ്റെ പണി പൂർത്തിയായി. നമ്മൾ കട്ട് ചെയ്ത 3 പീസ് ഇപ്പോൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞ് 4ാമത്തെ പീസായത് നമ്മൾ മുകളിൽ ഒരു ഹാൻഡിലായിട്ട് ഉപയോഗിക്കുന്ന ഈ പീസും കൂടിയാണ് ഇതുമേൽ നമുക്ക് മുകളിലായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ പീസും കൂടി നമ്മളിവിടെ വെൽഡ് ചെയ്ത് അങ്ങനെ നമ്മളെ ഈ ഉപകരണത്തിൻ്റെ ബെൽഡിങ് ഫുള്ളായിട്ട് കഴിഞ്ഞ് വെൽഡിങ് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഉണ്ടാവും ഇതിൻ്റെ ശരിക്കുള്ള. അപ്പോൾ ഈ ഭാഗം നമ്മൾ വയൻ്റെ കന്നിൻ്റെ കൂമ്പിലേക്ക് കുത്തി ഇറക്കിയതിന് ശേഷം ഈ ഭാഗം ഒന്ന് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക, ഒരു പിടിച്ച് തിരിക്കുക ചെയ്യുക. തിരിച്ച് കഴിയുമ്പോൾ ഈ സാധനം ഈ സ്ക്വയർ പൈപ്പ് ആയതുകൊണ്ട് ഈ തിരിയുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ ഈ കൂമ്പ് ഊരിപ്പോരുക ചെയ്യുക. അങ്ങനെ 2ാമത്തേതിലേക്ക് നമ്മൾ എടുത്ത് കുത്തുന്ന സമയത്താണ് ഈ ആദ്യത്തെ പീസ് റിലീസാകുക, മുകളിലോട്ട് പുറത്തേക്ക് പോവുക. അങ്ങനെ ഇനി ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഇതും കൂടിയേ നമുക്ക് ഇതുള്ളൂ. ഒരു പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിതാ ഈ പെയിൻ്റ് അടിച്ച് ഇതിനെ ഈ വിധത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഈ പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഒരു 3 പീസ് ഇതേമാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്നതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ചിലതിൽ ആ മാറ്റങ്ങൾ വരുത്തിയെന്ന് പറഞ്ഞാൽ ഈ ഹാൻഡിൽ വേറെ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിൽ നെട്ടും ബോൾട്ടും ഇട്ടിട്ട് സെറ്റ് ചെയ്യുന്ന മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ അല്ല നമ്മൾ ഈ നെട്ടിട്ട് കുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഹാൻഡിൽ വേറെ ആക്കിയിട്ട് വെൽഡിങ് അല്ലാണ്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു പീസ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആയപ്പണിയിലായിരിക്കും അല്ലേ? അതെ അതെ, ആയപ്പണിയില. ഇത് എന്താ പണി നടക്കുന്നത്? ഞാൻ വായന കന്ന് പൊരിച്ചു കളിയാ. അതിൽ കൊടുത്ത ഉപകാരമുള്ള ഈ കന്ന് പൊരിക്കുന്നത് കൊണ്ട് ഈ കന്ന് പൊരിച്ചില്ലെങ്കിൽ നമ്മള് വായന്റെ കൊല ഉണ്ടാവുമല്ലോ, കൊലക്ക് 10% തൂക്കം കുറയും. 25% വരെ ഇത് തൂക്കം കുറഞ്ഞു. അതെ 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 അതെ. അതായത് കൊലക്കുന്നതിന് മുമ്പുള്ള അതെ ഫുള്ള് നമ്മള് കന്ന് കുത്തി കളയാം. അപ്പൊ ഈ വരുന്ന ഈ കന്നുകളൊക്കെ നമ്മൾ ആദ്യം ഇങ്ങനെ കുത്തി കളയാം. അതല്ലേ ഈ വാഴക്കൊല ഉണ്ടാകുന്നതിന്റെ മുന്നേ എടുക്കുന്ന കന്ന് കുത്തുന്ന ആയുധം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശരി. അത് നിങ്ങൾ അതിൻ്റെതായ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ആ സാധനം കൊണ്ടുവന്നത് അതൊന്ന് ഉപയോഗിച്ച് നോക്കി. മെഷീൻ ഒന്നല്ല, ചെറിയൊരു ഡിവൈസ് ആണ് ആ ഡിവൈസ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് എന്താണ് സംഭവം. അതാണ് സംഭവം. അങ്ങനെ പറയാൻ ചെറിയൊരു സാധനം മാത്രമാണ്. ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വാഴന്റെ കന്ന് അടിഭാഗം നമ്മൾ സാധാരണ ചെയ്യുന്ന അതിൽ കട്ട് ചെയ്തതിന് ശേഷം ആ നടുക്കുള്ള ആ പോയിന്റ് കൂടെ ആ ഭാഗം കുത്തി താഴ്ത്തിയിട്ട് ഒന്ന് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം ഫുള്ളായിട്ട് അതിൽ നിന്ന്
റിമൂവ് ആയി കൂമ്പ് ഫുള്ളായിട്ട് റിമൂവ് ആയി പോരും. അത് ശരി. പിന്നെ അവിടെ കന്ന് ഉണ്ടാകുന്നില്ല. അപ്പൊ കന്ന് ഉണ്ടാകുന്നില്ല. അപ്പൊ കന്നെടുക്കാൻ പറ്റിയ സാധനം കന്ന് നിങ്ങൾ ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാമെന്നാണ് തോന്നുന്നത്. നിങ്ങളെ ഉപയോഗിച്ചിട്ട് അതിന്റെ അഭിപ്രായം പറയാ. ഞാൻ നോക്കല്ലേ, ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കുത്തി നോക്കി എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നോക്കാം. ആദ്യം കത്തിയോണ്ട് വെട്ടി കളയുന്നത്. ആ, ഇങ്ങനെ സെന്ററിൽ വെക്കാണ്ട് ഇങ്ങനെ, അതായത് സെന്ററിലേക്ക് അതുപോലെ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യല്ലേ, പ്രസ് ചെയ്ത് താത്തുക, ഇങ്ങനെ ഫുള്ളായിട്ട് താത്തുക. എന്നിട്ട് ഒന്ന് തിരിക്കുക. തിരിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലുണ്ടാവും, അതിന്റെ കൂമ്പ് മുഴുവൻ അതിന്റെ ഉള്ളിൽ പോന്നിട്ടുണ്ടാവും. വലിച്ചെടുക്കാണ്ട് വലിച്ചു ഊരി നോക്കി അതിന്റെ ഉള്ളിലുണ്ടാവും സാധനം. ഇതേപോലെ അല്ലേ? അത് ശരിക്കും അതിന്റെ ഉള്ളിൽ ഇല്ലേ സാധനം അല്ലേ? അത് ശരിക്കും അതിന്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം ഊരി പോന്നിട്ടുണ്ട്. ഇതങ്ങനെ ഒരുപാട് താഴ്ന്നു പോകൂല്ലേ? ശരിക്കും. ശരി. ഇനിയിപ്പോ അതിന്റെ ഉള്ളിലുള്ള ആ പീസ് ഇല്ലേ, അത് കോലോട് കുത്തണോ? കോലോട് കുത്തണ്ട. അത് അടുത്ത വായന്റെ കണ്ണ് കുത്തുമ്പോ ആ പീസ് മുകളിലോട്ട് റിലീസായിട്ട് താനെ റിലീസായിട്ട് പോന്നോളൂ. അപ്പൊ അടുത്ത കന്ന് നിങ്ങൾ കുത്തുന്നാണെങ്കിൽ അന്നേരം കാണാൻ നിങ്ങൾക്ക് ഇനി കുത്താനുള്ള കന്നിന്റെ മുകളിൽ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് അത് ശരി ഒന്ന് ചെയ്ത് നോക്കി അടുത്ത കന്ന് കൂടി ഒന്ന് ആയിക്കോട്ടെ. ഈ കന്ന് വിട്ടു വെക്കുന്നത് ഇതൊക്കെ കൊലക്കാത്ത കന്നുകളാണ്. ഇത് വായയുടെ കന്നുകളാണ്. ശരിക്കും പറ്റിച്ച് മുറിച്ചോളി, അടുപ്പിച്ച് ലെവലില് ചരിച്ചല്ലാതെ റെഡിയിൽ മുറിച്ചാലേ അതിന്റെ ശരിക്കും നമുക്ക് അതിന്റെ റെഡിയില് എന്നിട്ട് ഇത് അതേപോലെ തന്നെ ചെയ്യല്ലേ? അതേമാതിരി നേരത്തെ ചെയ്ത മാതിരി തന്നെ അതിലേക്ക് താഴ്ത്തി എടുക്കുക. മുകളിലത്തെ പീസ് പോകുന്നില്ലേ? പീസ് ഒന്ന് എടുത്ത് കാണിക്കുക. പുറത്തേക്ക് കൈ കൊണ്ട് എടുക്കാൻ കിട്ടുന്നില്ലേ? നിങ്ങൾ ആദ്യം കുത്തിയ വായന്റെ കൂമ്പാണ് നിങ്ങളെ കയ്യിൽ അതുള്ളത്. ഇതങ്ങനെ എളുപ്പത്തില് ശരിയാകുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇനി അതൊന്ന് തിരിച്ചു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂമ്പ് കയ്യിൽ തന്നെ ഉണ്ടാവും. ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ മതി. ആ സാധനം അതിന്റെ ഉള്ളില് ഊരി പോന്നിട്ടില്ലേ? ഉള്ളിലുണ്ടല്ലേ? അങ്ങപ്പോ ശരിക്ക് ഇതെങ്ങനെയാ കർഷകൻ എങ്ങനെയാ? ഇത് നല്ലൊരു ഉപകാരം തന്നെയാണ്. കാരണം നമ്മള് മറ്റേത് ഒരുപാട് പണിയല്ല കന്ന് പൊരിച്ചെടുക്കാനേ. അപ്പൊ ഇതാകുമ്പോ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞ് ഇങ്ങനെ റിമൂവ് ആക്കി എടുക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. കന്നിനി അപ്പൊ അവിടെ ഉണ്ടാവുന്നില്ല. വായ കുറയ്ക്കുമ്പോ ഉള്ള കന്നാന്നല്ലോ നമ്മള് ഉപയോഗിക്കുന്നുള്ളൂ. ഏതാണ്ട് ഒരു 300-350 രൂപയാണ് ഉണ്ടാക്കാവുന്ന ഒരു ഡിവൈസ് ആണ്. 350 രൂപ നമുക്ക് അതിന് ചെലവ് വരുന്നുള്ളൂ. സംഭവം നല്ല ഉപകാരം തന്നെ അല്ലേ? ഉപകാരം. അപ്പൊ ആദ്യം ഉണ്ടാക്കിയ ഒരു പീസാണ്. അപ്പൊ നിങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ അതിന്റെ അഭിപ്രായം, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അതിന്റെ ഇത് നല്ല എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനത്തെ സംഭവം നല്ല പിന്നെ റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. അത് കർഷകനൊരു ചിന്തായിട്ട് വേഗം കഴിയും പരിപാടി. അതെ നല്ലൊരു പരിപാടിയാണ്. ആയിക്കോട്ടെ. എന്നാല് ആദ്യത്തെ പീസ് നിങ്ങളെ കയ്യിൽ തന്നെ കിടക്കട്ടെ. നിങ്ങൾക്കൊരു ആയിക്കോട്ടെ. വളരെ സന്തോഷം. അടുത്തുള്ള കർഷകർക്കൊക്കെ ഒരു ആയിക്കോട്ടെ. ശരി.